ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി പുതിയൊരു GST ബില്ല് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മുതലുള്ള GST 28% എന്നുള്ളത് 18%, 12% എന്നുള്ളത് 5%-ത്തിലോട്ട് മാറ്റുന്നുള്ള രീതിയിലായിരുന്നു ഈ പ്രഖ്യാപനം വന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ ഏകദേശം അടുത്ത ദിവസങ്ങളിൽ ഓട്ടോ സെക്ടറും അതുപോലെ അതിലുള്ള പല സ്റ്റോക്കുകളും നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ പോയിട്ട് ചില ആൾക്കാർ ലോങ് ടേമിൽ ട്രെൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ ട്രേഡിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ശരിക്കും ഒരു മണ്ടത്തരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ GST ബില്ല് ഏകദേശം സെപ്റ്റംബറിലോട് കൂടി നിലവിൽ വരുന്നതായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷെ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കോമൺ സെൻസ് ഉള്ള ഏതൊരാളും അല്ലെങ്കിൽ അർജന്റായിട്ട് വണ്ടി എടുക്കണ്ട, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നീട്ടി വെക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ സെയിൽസ് അല്ലെ, ഈ വർഷത്തെ ഏകദേശം വാഹനങ്ങളുടെ സെയിൽസ് ഇതൊക്കെ നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുന്ന സമയത്ത്, പിന്നെ നെക്സ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് നോക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുക. അപ്പൊ ലോങ് ടേമിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ആണെങ്കിലും പെട്ടെന്നുള്ള ഒരു മൊമെന്റ് നോക്കുന്നത് ഏറ്റവും ബെറ്റർ വെച്ചാൽ മുന്നേ ഈ സ്റ്റോക്കുകളൊക്കെ പ്രോപ്പറായിട്ട് കോൺസെപ്റ്റ് ബേസ്, പല കോൺസെപ്റ്റുകളുണ്ട്, പ്രോപ്പർ കോൺസെപ്റ്റ് ബേസ് ആണ് ഈ സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്തത്. അപ്പൊ ആ കറക്റ്റ് പോയിന്റ് എൻട്രി ഇടുന്നതാണെങ്കിൽ ഈ ഒരു ന്യൂസും കൂടി നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരും.